Good morning. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് അഗ്രോണമി ആണ്. അപ്പം ഇതൊക്കെയാണ് അതിന്റെ ടോപ്പിക്സ്. ക്രോപ്സ് ഫാമിംഗ് സിസ്റ്റം ആൻഡ് അഗ്രികൾച്ചർ. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷൻ. ക്രോപ്പ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് പ്രോഡക്റ്റ്, അത് വിച്ച് ക്യാൻ ബി ഗ്രോൺ ആൻഡ് ഹാർവെസ്റ്റഡ് ഫോർ പ്രോഫിറ്റ് ഓർ സബ്സിസ്റ്റൻസ്. എന്ന് വെച്ചാൽ അതിനെ നമുക്ക് വളർത്തി ഹാർവെസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വളർത്താൻ വേണ്ടിയുള്ള സാധനമാണ് ക്രോപ്പ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ്. ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നെങ്കിൽ മിക്കവാറും ലാർജ് സ്കെയിലിൽ ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും. ക്രോപ്സിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ സീസൺ. പിന്നെ ടാക്സോണമി പറഞ്ഞാൽ അതിന്റെ ഫാമിലി, പിന്നെ അതിന്റെ ബോട്ടണി ബേസ്ഡ് ഓൺ അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ലീവ്സ്, അതാണ് അതിന്റെ ബോട്ടണി എന്നർത്ഥം. പിന്നെ അതിന്റെ സ്പെഷ്യൽ പേർപ്പസ് എന്ന് വെച്ചാൽ അത് എന്തിനാണ് അതിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഫുഡിന് വേണ്ടിയാണോ അതോ വേറെ വല്ല പേർപ്പസ് ലൈക്ക് റബ്ബർ അതിനു വേണ്ടിയാണോ, അതിന്റെ ബേസിസിലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് കൾച്ചറൽ മെത്തഡ്, അതിനെ എങ്ങനെ കൾച്ചർ ചെയ്തെടുക്കുന്നു അതിന്റെ ബേസിസിലും ക്ലാസിഫൈ ചെയ്യും. പിന്നെ അതിന്റെ റൂട്ട് സിസ്റ്റം, അതിന്റെ റൂട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന്റെ ബേസിസിലും ക്ലാസിഫൈ ചെയ്യും. പിന്നെ ബേസ്ഡ് ഓൺ ഫാമിലീസ്, പല ക്രോപ്പ് ഫാമിലീസ് ഉണ്ട്, അതിന്റെ ബേസിസിലും ക്ലാസിഫൈ ചെയ്യും. ഇതൊക്കെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ക്രോപ്സിന്റെ. ഫസ്റ്റ് ബേസ്ഡ് ഓൺ സീസൺ, പല ടൈപ്സ് ഉണ്ട്. കാരിഫ് ക്രോപ്സ്. കാരിഫ് അറബിക്കില് അർത്ഥം ഓട്ടം എന്ന് പറഞ്ഞ, ഓട്ടം സീസൺ ഇവിടെ ഇല്ല, പക്ഷെ വെളിനാട്ടിലൊക്കെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഈ ലീവ്സ് ഒക്കെ ഫോൾ ചെയ്യുന്ന സമയം. അപ്പൊ അത് പല കളേഴ്സിലാവും, യെല്ലോ, റെഡ്, അങ്ങനത്തെ കളേഴ്സിലാവും, എന്നിട്ട് ഫോൾ ചെയ്യും. അതിനെയാണ് ഓട്ടം എന്ന് വിളിക്കുന്നത്. അപ്പം ഈ കാരിഫ് ക്രോപ്സ് എന്ന് വെച്ചാൽ മീൻസ് ഓട്ടം ഇൻ അറബിക്. ഈ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ബിഗിനിങ് റെയിൻസിൽ വളർത്തുന്നതാണ്. ദാറ്റ് ഇസ് ജൂൺ ടു ജൂലൈ സീസണിൽ, ഈ സൗത്ത് വെസ്റ്റ് മോൺസൂൺ സീസണിലാണ് വളർത്തുന്നത്. എന്നിട്ട് ഒക്ടോബറിൽ ഹാർവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ക്രോപ്സിന് വാം വെറ്റ് വെതർ ആണ് ആവശ്യമുള്ളത്. ആൻഡ് മേജർ പീരിയഡ് ഓഫ് ദ ക്രോപ്പ് ഗ്രോത്ത് ഷോർട്ട് ഡേ ലെങ്ത് ആണ് ആവശ്യമുള്ളത്. ദാറ്റ് ഇസ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് മതി ഫോർ ഫ്ലവറിംഗ്. എക്സാമ്പിൾ പാഡി, മേസ്, സോയ്ബീൻ, സോർഗം, ഗ്രൗണ്ട്നട്ട്, കോട്ടൺ, ഉറുദ് എക്സെട്ര. വേറെ പ്ലാന്റ്സ് ഉണ്ട്. ഇതാണ് മെയിൻ കാരിഫ് ക്രോപ്സ്. പിന്നെ റാബി ക്രോപ്സ്. റാബിന്റെ അർത്ഥം സ്പ്രിംഗ് ഇൻ അറബിക്. എന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റ്സും വളരുന്ന ഒരു സീസണാണ് സ്പ്രിംഗ്, ബഡ് ചെയ്ത് വരുന്ന സീസണാണ്. റാബി അല്ലെങ്കിൽ വിന്റർ ക്രോപ്പിന്റെ അർത്ഥം ഓർ സ്പ്രിംഗ് ഹാർവെസ്റ്റ് ക്രോപ്പ്. വിന്ററിൽ വളരും, പക്ഷെ സ്പ്രിംഗിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന ക്രോപ്പ്. അതിനെ സോ ചെയ്യുന്നത് നവംബർ മന്തിൽ, ദാറ്റ് ഇസ് ജസ്റ്റ് ബിഫോർ ഡിസംബർ, ആ വിന്റർ മന്തിന് മുന്നേ. ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണിലാണ് സോ ചെയ്യുന്നത്. പിന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ജാനുവരി, ഫെബ്രുവരി, ആ സ്പ്രിംഗ് മന്ത്സിനെയാണ് ജാനുവരി, ഫെബ്രുവരി എന്ന് വിളിക്കുന്നത്. ആ സീസണിലാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ സ്പ്രിംഗ് എന്ന് വിളിക്കുന്നു അറബിക്കില്. ഇത് കോൾഡ് ആൻഡ് ഡ്രൈ വെതറിൽ നന്നായിട്ട് വളരുന്നു. അതിന് ലോങ്ങർ ഡേ ലെങ്ത് വേണം. എന്നുവെച്ചാൽ ലോങ്ങർ സമ്മർ മന്ത്സ് അല്ലെങ്കിൽ ലോങ് ഡേ ഉള്ള സീസണിലാണ് ആവശ്യമുള്ളത് ഫോർ ഫ്ലവറിങ്. എക്സാമ്പിൾ വീറ്റ്, ചിക്പി അല്ലെങ്കിൽ കടല, പീസ്, സൺഫ്ലവർ, സാഫ്ലവർ, മസ്റ്റേർഡ്. ഇതാണ് റാബി ക്രോപ്സ്. പിന്നെ സെയ്ഡ് ക്രോപ്സ്. സെയ്ഡിന്റെ അർത്ഥം സമ്മർ ഇൻ അറബിക്. അത് മെയിൻലി സോ ചെയ്യുന്നത് മന്ത് ഓഫ് മാർച്ചിൽ, ഹാർവെസ്റ്റ് ചെയ്യുന്നത് മെയ്. മാർച്ച് ടു മെയ് ആണല്ലോ സമ്മർ മന്ത്സ്. അപ്പൊ മാർച്ചിൽ സോ ചെയ്തിട്ട് മെയ്യിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് സെയ്ഡ് അല്ലെങ്കിൽ സമ്മർ ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. അതിന് വാം ഡേ വെതറും ആവശ്യമുണ്ട്. ഗ്രോത്തിന് വേണ്ടി മെയിൻലി വാം ഡേ ആണ് ആവശ്യമുള്ളത്. ലോങ് ഡേ ലെങ്ത് ഫോർ ഫ്ലവറിംഗ് ആണ് ആവശ്യമുള്ളത്. എക്സാമ്പിൾ പാഡി, ഗ്രൗണ്ട്നട്ട്, മൂങ്, സൺഫ്ലവർ, മെയ്സ്, ഗ്രൗണ്ട്നട്ട്സ്, വാട്ടർമെലൻ, പംകിൻസ്, ഗേർഡ്സ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടാക്സോണമി. ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്, പല ഫാമിലീസ് ഉണ്ട്. അസ്ട്രേസിയ ഓർ കമ്പോസിറ്റേ, അതിന്റെ എക്സാമ്പിൾ സൺഫ്ലവർ, സാഫ്ലവർ, നൈഗർ. പിന്നെ ക്രൂസിഫെറേ, എക്സാമ്പിൾ മസ്റ്റർഡ്, റാഡിഷ്, ക്യാബേജ്. പിന്നെ കുക്കുബിറ്റേസിയെ, എക്സാമ്പിൾ ബോട്ടിൽ ഗേർഡ്, ബിറ്റർ ഗേർഡ്, പംകിൻ എക്സെട്ര. പിന്നെ കെനോപോഡേസിയെ ഫാമിലിയില് ക്രോപ്സ് ഷുഗർ ബീറ്റ്, സ്പിനച്ച്, അങ്ങനത്തെ ക്രോപ്സ് ആണ് ഈ ഫാമിലിയിൽ വളരുന്നത്. പിന്നെ യൂഫോബിയേസിയെ ആ ക്രോപ്സ് കാസ്റ്റർ, ടാപ്പിയോക്ക എക്സെട്ര. പിന്നെ മാൽവേസിയെ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ കോട്ടൺ, ലേഡി ഫിംഗർ, റോസെറ്റ്. പിന്നെ ഫാമിലി പാപ്പിലോനേസിയെ അല്ലെങ്കിൽ ലെഗ്യൂമിനോയേസിയെ.
ലെഗ്യൂമിനോസ് എന്ന് വെച്ചാൽ ലെഗ്യൂം പ്ലാന്റ്സ്, എക്സാമ്പിൾ പീ, ഗ്രാം, അർഹാർ, ഗ്രൗണ്ട്നട്ട്, ബെർസീം, ലാതറിസ്, സൺഹെം എക്സെട്ര, മൂങ്, ലെന്റിൽ, ഇതെല്ലാം ലെഗ്യൂം പ്ലാന്റ്സ് ആയിട്ട് വരും. ഇപ്പൊ ഈ ഫാമിലി ലെഗ്യൂമിനേസിയെ അല്ലെങ്കിൽ പാപ്പിലോനേസിയെ ഫാമിലിയിൽ വരും. പിന്നെ വേറെ ഫാമിലി പെഡാലിയേസിയെ എന്ന് പറഞ്ഞ സെസമി പ്ലാന്റ്സ് ഒക്കെ വളരുന്നത് ഈ ഫാമിലിയിലാണ്. പിന്നെ പോയേസിയെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഗ്രാമിനെ ഫാമിലിയിൽ സീരിയൽസ്, മില്ലറ്റ്സ്, ഗ്രാസസ്, ഷുഗർ കെയിൻ, നാപ്പിയർ, ഓട്ട് അങ്ങനത്തെ ക്രോപ്സ് ആണ് ഇതിൽ വളരുന്നത്. പിന്നെ പോളിഗോനേസിയെ ബക്വീറ്റ് ക്രോപ്സ് ആണ് വളരുന്നത്. സൊലാനേസിയെ പൊട്ടാറ്റോ, ടൊബാക്കോ, ടൊമാറ്റോ അതൊക്കെയാണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടാക്സോണമിയിൽ തന്നെ ഫാമിലി ആസ്റ്ററേസിയെ, ഇതൊരു റെപ്പിറ്റേഷൻ ആണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബോട്ടണി എന്ന് പറഞ്ഞാൽ സീരിയൽ ഇപ്പൊ പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ സീരിയൽ ക്രോപ്സ് എന്ന് പറയുമ്പോൾ റൈസ്, വീറ്റ്, മെയ്സ്, ബാജ്ര, സോർഗം, ജോവർ, ബാർലി, ട്രിറ്റിക്കലിയെ, ബക്വീറ്റ്, സ്യൂഡോ സീരിയൽ അതെല്ലാം ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെ സയന്റിഫിക് നെയിം ആണ് അതിന്റെ സൈഡിൽ കൊടുത്തേക്കുന്നത്. റൈസ സെറ്റൈവ. അപ്പം സയന്റിഫിക് നെയിം നമുക്കെല്ലാം അറിയാം. സയന്റിഫിക് നെയിം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ജീനസ്, സെക്കൻഡ് സ്പീഷീസ് നെയിം ആണ്. അപ്പം സയന്റിഫിക് ജീനസ് നെയിം വരുമ്പം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആൻഡ് ഇറ്റാലിക്സിലായിരിക്കും എഴുതിയിരിക്കുന്നത്. സ്പീഷീസ് നെയിം സെക്കൻഡ് നെയിം സ്മോൾ, ബാക്കിയെല്ലാം സ്മോൾ ആൻഡ് ഇറ്റാലിക്സിലായിരിക്കും. വീറ്റ് ട്രിറ്റിക്കം മേസ്റ്റിവം, മേസ് സി മേസ്, ബാജ്ര പെനിസിറ്റം ടൈഫോയിഡസ് അല്ലെങ്കിൽ പേർ മിൽനറ്റിന് പെനിസിറ്റം ഗ്ലോക്കം, സോർഗമിന്റെ സോർഗം ബൈക്കോളാർ, അങ്ങനെ ഓരോന്നിന്റെയും സയന്റിഫിക് നെയിം സൈഡിൽ എഴുതിയിട്ടുണ്ട്. മില്ലറ്റ് ക്രോപ്സിനകത്ത് ചീന അല്ലെങ്കിൽ പ്രോസോ മില്ലറ്റ്, ഫോക്സ്ടെയിൽ, ഇറ്റാലിയൻ, ജർമ്മൻ മില്ലറ്റ് അല്ലെങ്കിൽ കക്കൂൺ, കോഡോ കോർസെസ്റ്റ് മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ്, മധുവ, റാഗി, ഫിംഗർ മില്ലറ്റ്, സോവൻ, ബാർണിയാർഡ് മില്ലറ്റ്, എന്റെ സയന്റിഫിക് നെയിം എല്ലാം സൈഡിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പൾസ് ക്രോപ്സ്, അത് ഗ്രാം, ചിക്ക് പി, ബംഗാൾ ഗ്രാം, അതിന്റെ സയന്റിഫിക് നെയിം ഫീൽഡ് പി, ഗ്രെയിൻ പി, അർഹാർ, പിജൻ പി, റെഡ് ഗ്രാം, soybean, black gram, wood bean, green gram, moong bean, French bean, rajmash, Indian cowpea, lobia, lentil, lathyrus, chickling pea, grass pea, moth bean, horse gram, putli. പിന്നെ നോൺ എഡിബിൾ ഓയിൽ സീഡ്സ് വേറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ കാസ്റ്റർ, അതിന്റെ സയന്റിഫിക് നെയിം റൈസിനസ് കൊമ്യൂണസ്. ഫൈബർ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ കോട്ടൺ, ജൂട്ട്, ടൈറ്റ, പിന്നെ സൺഹെം. കോട്ടന്റെ സയന്റിഫിക് നെയിം ഗോസിപ്പിയം സ്പീഷീസ്, ജൂട്ടിന്റെ കോറസ് കാപ്സുലാറസ്, സൺഹെം ക്രോട്ടോലേറിയ ജോൺസിയ. പിന്നെ ഫോറേജ് ക്രോപ്സ് എന്ന് പറഞ്ഞ ബെർസീം, ലുസീൻ, ഓട്ട്, ലുസീൻ അല്ലെങ്കിൽ ആൽഫ, ഓട്ട്, നേപ്പിയർ ഗ്രാസ്, ക്ലസ്റ്റർ ബീൻ ഓർ ഗോർ. അതിന്റെ സയന്റിഫിക് നെയിം എല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ക്രോപ്സ് പറഞ്ഞാൽ ഷുഗർ കെയിൻ സക്കാരം ഒഫിഷിനാറും, ഷുഗർ ബീറ്റ്, ബീറ്റ വൾഗാറസ്. Tuber crops, potato, tapioca. Potato in the scientific name Solanum tuberosum. Tapioca in the Manihot utilissima. Stimulant crops in the examples tobacco, opium. Then medicinal crops like safford muesli, ashwagandha, ruvolfia, sapargandha, isabgol, butch, brahmi, nux vomica. ഇതിനെല്ലാം സയന്റിഫിക് നെയിം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അരോമാറ്റിക് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ലെമൺ ഗ്രാസ്, മെന്ത അല്ലെങ്കിൽ മീറ്റ്, ഖുസ് അല്ലെങ്കിൽ വെറ്റിവാർ, സിട്രോണെല്ല, തുളസി, ബേസിൽ. പിന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്പെഷ്യൽ പർപ്പസ്. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ പല പർപ്പസസ് ആകാം. ഫോർ എക്സാമ്പിൾ ഏറബിൾ ക്രോപ്സ് എന്ന് വെച്ചാൽ വിച്ച് ആർ കൾട്ടിവേറ്റഡ് ഓൺ പ്ലൗഡ് ലാൻഡ്. അപ്പം ആനുവലി അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കാം. ഫോർ എക്സാമ്പിൾ സീരിയൽ ക്രോപ്സ്, റൂട്ട് ക്രോപ്സ്, ടൊബാക്കോ. ഇപ്പൊ ചില ക്രോപ്സ് റൂട്ടിൽ നിന്നായിരിക്കും അതിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നത്, അതിനാണ് റൂട്ട് ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. ടൊബാക്കോ, ഷുഗർ കെയിൻ, മെയ്സ്, പൊട്ടാറ്റോസ്, ഇതെല്ലാം ഏറബിൾ ക്രോപ്സ് ആണ്. പിന്നെ അരോമാറ്റിക് ക്രോപ്സ് ഉണ്ട്. ക്രോപ്സ് വിച്ച് കണ്ടെയ്ൻ ഒറോമ അല്ലെങ്കിൽ അതിന്റെ ഫ്രേഗ്രൻസ് എടുക്കുന്നത് ഫ്രം വോളറ്റൈൽ സബ്സ്റ്റൻസസ് ലൈക്ക് അതിന്റെ ഓയിൽസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഓഡോറിഫെറസ് അല്ലെങ്കിൽ വോളറ്റൈൽ സബ്സ്റ്റൻസസ്, അതിന് എസെൻഷ്യൽ ഓയിൽസിനായിട്ട് യൂസ് ചെയ്യാം. ഗം എക്സുഡേറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ബാൽസൻ ഒളിയോറെസിൻ ആയിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അരോമാറ്റിക് പ്ലാന്റ്സ് അതിന്റെ ഫോളിയേജ് അല്ലെങ്കിൽ ഫ്ലവർ അല്ലെങ്കിൽ ഫ്രൂട്ട് അല്ലെങ്കിൽ ബാർക്ക് എടുക്കാം. ഇതൊക്കെയാണ് അരോമാറ്റിക് ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിന് ആലി ക്രോപ്സ് ഉണ്ട്.
alley crops എന്ന് പറഞ്ഞാൽ hedgerow intercrops ആണെങ്കിൽ it is grown under agroforestry practice in which perennial crops, preferably leguminous trees or shrubs, are grown simultaneously with the arable crop. അപ്പം ഈ ട്രീസ് ആയിട്ടാണ് വളർത്തുന്നത്. അപ്പം ഹെഡ്ജ് റോസ് ആയിട്ടാണ് അതിനെ വളർത്തുന്നത്. അതിനെ വൈഡ് റോസ് ആയിട്ട് വളർത്തും. ക്രോപ്പ് ഇസ് പ്ലാന്റഡ് ഇൻ ദ ഇന്റർ സ്പേസ്, ഓർ അതിന്റെ ആ സ്പേസിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ആലി അതിന്റെ ഇടയ്ക്കാണ് ട്രീ റോസ് ആയിട്ട് തന്നെ വളർത്തും. ഫോർ എക്സാമ്പിൾ സ്വീറ്റ് പൊട്ടേറ്റോ, ബ്ലാക്ക് ഗ്രാം, ടേമറിക്, ജിഞ്ചർ, പസാജസ് ആയിട്ട് വളർത്തും. ഫോംഡ് ബൈ റോസ് അപ്പ്. ഫോർ എക്സാമ്പിൾ സ്വീറ്റ് പൊട്ടേറ്റോ, ബ്ലാക്ക് ഗ്രാം, ടേമറിക്, ജിഞ്ചർ ഇതൊക്കെ റോസ് ഓഫ് യൂക്കാലിപ്റ്റസ്, സബബുൾ ആൻഡ് കാസിയ അതിന്റെ ഇടയ്ക്കാണ് ഈ പ്ലാന്റ്സിനെ വളർത്തുന്നത്. പിന്നെ ഓഗ്മെന്റ് ക്രോപ്സ് ഈ മെയിൻ ക്രോപ്സിന്റെ yീൽഡ് ഓഗ്മെന്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനാണ് അല്ലെങ്കിൽ സപ്ലിമെന്റ് ചെയ്യാനാണ് വളർത്തുന്നത്. ഫോർ എക്സാമ്പിൾ ജാപ്പനീസ് മസ്റ്റേർഡ് ബെർസീമിന്റെ കൂടെ വളർത്തുമ്പോൾ അതിന്റെ yീൽഡ് കൂടുന്നു, ബെർസീമിന്റെ yീൽഡ് കൂടുന്നു. ആവന്യൂ ക്രോപ്സ് ഫാം റോഡ്സ് അല്ലെങ്കിൽ ഫെൻസസിന്റെ അവിടെ വളർത്തുന്നു. അത് ഇപ്പം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആദ്യമേ അതായിരിക്കും കാണുന്നത്. ഫോർ എക്സാമ്പിൾ പിജൻ പീ അല്ലെങ്കിൽ ഗ്ലൈറീസിയ സിസാൽ എക്സെട്ര. ബോർഡർ ഓർ ഗാർഡ് ക്രോപ്സ്. അപ്പം ഈ ക്രോപ്സ് ദേ പ്രൊട്ടക്ട് അനദർ ക്രോപ്പ് ഫ്രം ട്രെസ്പാസിംഗ് ഓഫ് ആനിമൽസ് ഓർ റിസ്ട്രിക്ട് ദ സ്പീഡ് ഓഫ് വിൻഡ്. അപ്പം ആനിമൽസ് അല്ലെങ്കിൽ സ്പീഡ് വിൻഡിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബോർഡർ ക്രോപ്സ് അല്ലെങ്കിൽ ഗാർഡ് ക്രോപ്സ്. അപ്പൊ അതിന്റെ വേർഡിങ് തന്നെ ഗാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ ക്രോപ്സ്. ഫോർ എക്സാമ്പിൾ സാഫ്ലവർ ഓർ തോണി ഓയിൽ സീഡ്. അപ്പൊ അതിന് തോൺസ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഇസ് പ്ലാന്റഡ് അറൌണ്ട് ദ ഫീൽഡ് ഓഫ് ഗ്രാം ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം വിൻഡ് ആൻഡ് ആനിമൽസ്. പിന്നെ ക്യാഷ് ക്രോപ്സ് എന്നർത്ഥം ഈ മെയിൻ പ്രോഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ സെയിലിന് വേണ്ടിയാണ് ഈ ക്രോപ്സിനെ വളർത്തുന്നത്. ഫോർ എക്സാമ്പിൾ ടൊബാക്കോ ഗ്രോൺ ഫോർ ഡയറക്ട് സെയിൽ rather than ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആനിമൽസിന്, അതിനു വേണ്ടിയല്ല, നമ്മുടെ ഹ്യൂമൻസിന് വേണ്ടിയുള്ള ഡയറക്ട് ബെനിഫിറ്റിന് വേണ്ടിയാണ് ഈ ക്യാഷ് ക്രോപ്സിനെ വളർത്തുന്നത്. ഫോർ എക്സാമ്പിൾ ടൊബാക്കോ. പിന്നെ ഷുഗർ കെയിൻ, കോട്ടൺ, ജൂട്ട്, ടൊബാക്കോ ഒക്കെ ഉണ്ട്. പിന്നെ ക്യാച്ച് അല്ലെങ്കിൽ കണ്ടിജന്റ് ക്രോപ്സ് എന്ന് വെച്ചാൽ they are grown to catch the forthcoming season when the main crop is failed. ഇപ്പൊ മെയിൻ ക്രോപ്പ് വളർന്നത് ശരിയായില്ലെങ്കിൽ ഈ അടുത്ത സീസണിന്റെ മെയിൻ മാക്സിമം yield കിട്ടാൻ വേണ്ടി വളർത്തുന്ന ക്രോപ്സ് ആണ് ക്യാച്ച് ക്രോപ്സ്. എക്സാമ്പിൾ ലിൻസി, ടോറിയ, ഉർദ്, മൂങ്, കൗപ്പി എക്സെട്ര. പിന്നെ കവർ ക്രോപ്സ്, a close growing crop grown primarily to improve and protect the soil from erosion. കവർ ക്രോപ്സ് വെച്ചാൽ ഇപ്പം സോയിൽ, ഇപ്പം ഈ ഹില്ലയിലൊക്കെ വളർത്തുന്ന ക്രോപ്സ് പ്ലാന്റ്സിന് സോയിൽ ഇറോഷൻ, പെട്ടെന്ന് റെയിൻ വന്ന് അത് ഇറോഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ക്രോപ്സ് ആണ് കവർ ക്രോപ്സ്. അപ്പൊ അത് ഗ്രോ ചെയ്യുമ്പോൾ ഈ സോയിൽ ഇറോഡ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ ആ സോയിലിന് ഒരു സ്ട്രെങ്ത് കൊടുക്കും. അതിനെയാണ് കവർ ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ഫോർ എക്സാമ്പിൾ ലോബിയ, ഗ്രൗണ്ട്നട്ട്, ഉർദ്, സ്വീറ്റ് പൊട്ടേറ്റോ എക്സെട്ര. പിന്നെ കോംപ്ലിമെന്ററി ക്രോപ്സ്, ദേ ആർ ബോത്ത് മെയിൻ ക്രോപ്പും ആകാം ഇന്റർക്രോപ്പും ബെനിഫിറ്റ് ചെയ്യും. മെയിൻ ക്രോപ്പും ഇന്റർക്രോപ്പും ബെനിഫിറ്റ് ചെയ്യും വെൻ ദേ ആർ ഗ്രോൺ ടുഗദർ. ഫോർ എക്സാമ്പിൾ ജവർ ആൻഡ് ലോബിയ, അത് രണ്ടും കൂടി ഒരുമിച്ച് വളർത്തുമ്പോൾ ഒരു സിംബയോസിസ് പോലെ ബോത്ത് ക്രോപ്സ് ആർ ബെനിഫിറ്റ്. പിന്നെ കോമ്പറ്റേറ്റീവ് ക്രോപ്സ് എന്ന് പറയുമ്പം ദേ കമ്പീറ്റ് to each other and are unsuitable for intercropping. For example, രണ്ട് സീരിയൽ ഒരുമിച്ച് വളർത്തുകയാണെങ്കിൽ they will compete with each other. അപ്പൊ അത് ഒരുമിച്ച് ഇന്റർക്രോപ്പിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ഇന്റർക്രോപ്പിങ്ങിന് അൺസൂട്ടബിൾ ആണ്, അപ്പൊ അത് വളർത്താൻ പറ്റില്ല. പിന്നെ എക്സോസ്റ്റീവ് ക്രോപ്സ്, they leave the field exhausted after growing. Example, cereals, rice. അപ്പം എക്സോസ്റ്റീവ് എന്ന് വെച്ചാൽ ഈ സോയിലിന്റെ ന്യൂട്രിയൻസ് ഒക്കെ എക്സോസ്റ്റ് ചെയ്ത് കളയും. അപ്പം അതിന്റെ ഇടയ്ക്ക് വേറൊരു ക്രോപ്പിനെ വളർത്തി, ഇപ്പം അധികം ന്യൂട്രിയൻസ് ആവശ്യമില്ലാത്തൊരു ക്രോപ്പിനെ വളർത്തി ആ ന്യൂട്രിയൻസ് വരുന്നവരെ അതിനെ വളർത്തും. അതിനാണ് ഒരു മെത്തേഡ് ഉണ്ട്. ഈ ന്യൂട്രിയൻസ് എക്സോസ്റ്റ് ആയി കഴിയുമ്പോൾ കുറച്ചു നാൾ വേറൊരു ക്രോപ്പിനെ വളർത്തിയിട്ട് പിന്നെ തിരിച്ച് വേറെ എന്തെങ്കിലും സീരിയൽ, റൈസിനെ തന്നെ പിന്നെ വളർത്തും. അപ്പം എക്സോസ്റ്റീവ് ക്രോപ്പാണ് റൈസ്. പിന്നെ എനർജി ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റ് ആണ്, ലോ മെയിൻ്റെനൻസ് ആണ്, ബയോഫ്യൂൾസ് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. എനർജി കണ്ടന്റിന് നമ്മുടെ വീട്ടിൽ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് ഗ്യാസ് ഓർ കോൾ ബയോഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഷുഗർ കെയിൻ, പൊട്ടേറ്റോ, മെയ്സ്, ടാപ്പിയോക്ക എക്സെട്ര. പിന്നെ ഫൗളിംഗ് ക്രോപ്സ് ഉണ്ട്. അത്
അതായത് ഇൻഫെസ്റ്റേഷൻ ഓഫ് വീഡ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് വളർത്തുന്നത്. എക്സാമ്പിൾ ഡയറക്ട് സീഡഡ് പ്ലാന്റ് റൈസ് ഒക്കെ അതിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലേ ക്രോപ്സ് ഉണ്ട്. ലേ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഗ്രേസിംഗ് ഓർ ഹാർവെസ്റ്റിംഗിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ നീഡിനാണ്, ലൈഫ് സ്റ്റോക്കിന് വേണ്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ബസീം, മസ്റ്റേർഡ് എക്സെട്ര. പിന്നെ മെഡിസിനൽ ക്രോപ്സ് ഉണ്ട്. അപ്പം മെഡിസിനൽ ക്രോപ്സിനകത്ത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽസ് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് കെമിക്കൽ കോമ്പൗണ്ട്സ് ലൈക്ക് ആൽക്കലോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്, സ്റ്റിറോയിഡ്സ് ആൻഡ് അതർ ഗ്രൂപ്പ്സ് ഓഫ് കോമ്പൗണ്ട്സ്, അതിനൊക്കെ മെഡിസിനൽ വാല്യൂ ഉണ്ട്. അപ്പം അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് കമേഴ്ഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാം മെഡിസിൻസ് ആയിട്ട്. അതിനെയാണ് മെഡിസിനൽ പ്ലാന്റ്സിനെ യൂസ് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ മൾച്ച് ക്രോപ്സ് ഉണ്ട്. അത് സോയിൽ മോയ്സ്ചർ കൺസേർവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അത് ഗ്രൗണ്ട് കവറിംഗ് ഫോളിയേജ്, അതിന്റെ ഫോളിയേജ് ഗ്രൗണ്ടിൽ വീണ് സോയിൽ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യും. അതിനെയാണ് മൾച്ച് ക്രോപ്സിന് പറയുന്നത്. എക്സാമ്പിൾ കൗപ്പി. നേഴ്സ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഈ ട്രീസ്, നേഴ്സ് ട്രീസ്, ഷ്രബ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ്, ഇതിനെയാണ് നേഴ്സ് ക്രോപ്സ് എന്ന് പറയുന്നത്. അത് വേറെ ക്രോപ്സിന് നറിഷ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഷെയ്ഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, പ്രൊട്ടക്ടിങ് ഫ്രം ഫ്രോസ്റ്റ്. വെളിനാട്ടിലൊക്കെ ഫ്രോസ്റ്റ് അല്ലെങ്കിൽ ഐസ് ഒക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിൽ അവിടെയൊക്കെ ഫ്രോസ്റ്റ് ഒക്കെ ഉള്ള സ്ഥലത്ത് അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു ഈ നേഴ്സ് ക്രോപ്സ്. അതിന് പേരും തന്നെ നേഴ്സിംഗ് അല്ലെങ്കിൽ പ്രൊട്ടക്ടിങ് ഫ്രം അതർ തിങ്സ് ലൈക് ഫ്രോസ്റ്റ്, ഷെയ്ഡ് കൊടുക്കുന്നു, ഫ്രം ഹീറ്റ്, ഇൻസുലേഷൻ ഓർ വിൻഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. ദ വൈഡസ്റ്റ് യൂസ് ഉള്ളത് ലെഗ്യുമിനേഷ്യസ് പ്ലാന്റ്സിന് വേണ്ടിയാണ്, ലൈക് ആൽഫ ക്ലോവ്. അപ്പം എക്സാമ്പിൾസ് ഓഫ് നേഴ്സ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ സൺ ഹെംപ് ഷുഗർ കെയിന് വേണ്ടി, ജവർ കൗപീക്കും, റൈ പീക്ക് വേണ്ടി. പിന്നെ പൈറ അല്ലെങ്കിൽ യൂട്ടറ ക്രോപ്സ്. ദ സീഡ് ഓഫ് സക്സീഡിങ് ക്രോപ്സ് എന്ന് വെച്ചാൽ അടുത്ത വരുന്ന ക്രോപ്സിന്റെ സീഡ്. എക്സാമ്പിൾ ലെന്റിൽ, ഗ്രാംപി, ലാത്തറസ്, ബസീം, ഇതിന്റെയൊക്കെ ഇതൊക്കെ ദേ ആർ സോൺ 10 to 15 days before harvesting rice crops. ഇത് എന്തിനാന്ന് വേണ്ടി വെച്ചാൽ ഇറ്റ് സേവ്സ് മണി ടു ബി സ്പെൻഡ് ഓൺ ലാൻഡ് പ്രിപ്പറേഷൻ. നേരത്തെ പറഞ്ഞ പോലെ അപ്പം റൈസ് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ന്യൂട്രിയൻസ് പോകും. അപ്പൊ ഈ ക്രോപ്സ് അതിന്റെ ഇടയ്ക്ക് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് വേറെ ന്യൂട്രിയൻസ് പൈസ മേടിച്ച് സോയിലിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ലെന്റിൽ, ഗ്രാം പീസിന്റെ സീഡ്സ് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ന്യൂട്രിയന്റ് വാല്യൂ പിന്നെയും കൂടും. അപ്പൊ റെസിഡ്യൂവൽ ഫെർട്ടിലിറ്റി കൂടും. എന്നിട്ട് പിന്നെ നമുക്ക് റൈസ് പിന്നെയും വളർത്താം. അപ്പൊ അങ്ങനത്തെ ക്രോപ്സിനെയാണ് പൈറ അല്ലെങ്കിൽ യൂട്ര ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് കോമൺ ഇൻ ബോത്ത് അപ്ലാൻഡ് ആൻഡ് ലോ ലാൻഡ് റൈസ് കൾട്ടിവേഷൻ. അപ്പം റൈസിനെ അപ്ലാൻഡിലും ലോ ലാൻഡിലും വളർത്തും. രണ്ട് കേസിലും ഈ ക്രോപ്സിനെ വളർത്താൻ പറ്റും. അതിന്റെ ന്യൂട്രിയന്റ് വാല്യൂ പിന്നെ ഇൻക്രീസ് ചെയ്യും. അതിനെയാണ് പൈറ ക്രോപ്സ് വിളിക്കുന്നത്. പിന്നെ പെയർഡ് റോഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ തേർഡ് റോ ഓഫ് ക്രോപ്സിനെ റിമൂവ് ചെയ്യും. ഓർ ഗ്രോയിങ് ക്രോപ്പ് പെയർ റോ ആയിട്ട് വളർത്തിയിട്ട് തേർഡ് റോയിനെ ഇസ് ഗ്രോൺ വിത്ത് എൻ എസ്കേപ്പ് ടു കൺസേർവ് ദ സോയിൽ മോയ്സ്ചറിനെ കൺസേർവ് ചെയ്യാനാണ് പെയർഡ് റോ ക്രോപ്സ് യൂസ് ചെയ്യും. പിന്നെ റെസ്റ്റോറേറ്റീവ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അപ്പം ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് റെസ്റ്റോറേറ്റീവ് ക്രോപ്സിനെ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പൾസസ്, ലെഗ്യൂംസ്. പിന്നെ സിലേജ് ക്രോപ്സ് പറഞ്ഞാൽ കോൺ, ലെഗ്യൂംസ്, ഗ്രാസസ് that have been harvested at an early maturity, finely chopped, packed tightly to exclude air, soil and stored in silos store ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഫെർമെന്റ് ചെയ്ത് കഴിഞ്ഞ് they are used as animal feed during lean period or off season. അപ്പൊ ഈ ക്രോപ്സ്, ലെഗ്യൂംസ് അല്ലെങ്കിൽ ഗ്രാസസ് നേരത്തെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ചോപ്പ് ചെയ്ത് പാക്ക് ചെയ്ത് സൈലോസ് അല്ലെങ്കിൽ ബിഗ് ഇങ്ങനെ ഭയങ്കര കണ്ടെയ്നേഴ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് ഫെർമെന്റഡ് ആയി ആനിമൽ ഫീഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ആനിമൽസിന് ചില പീരിയഡില് ഓഫ് സീസണിൽ ഇപ്പൊ ക്രോപ്സ് ഇല്ലെങ്കിൽ അപ്പൊ ആനിമൽസിന് ഫീഡ് കിട്ടിയില്ലെങ്കിൽ മിൽക്കും ബാക്കി മീറ്റ് പ്രൊഡക്ഷൻ ഒക്കെ എഫക്റ്റഡ് ആവും. അപ്പൊ ആ സമയത്ത് ആ ലീൻ പീരിയഡിൽ യൂസ് ചെയ്യാനുള്ളതാണ് സൈലേജ് ക്രോപ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മെയ്സ്, കൗപ്പി, ജവർ എക്സെട്ര. പിന്നെ സ്മോദർ ക്രോപ്സ്. They are specialized cover crops being able to suppress weeds by providing defense foliage. Weeds in suppress dense foliage. പിന്നെ ക്വിക്ക് ഗ്രോയിങ് എബിലിറ്റിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബക്ക്വീറ്റ്, മസ്റ്റേർഡ്, കൗപ്പി, ഉർദ് എക്സെട്ര. പിന്നെ സ്റ്റിമുലേറ്റ് ക്രോപ്സ്. They stimulate the human body.
അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിമുലന്റ് കാണും. ഫോർ എക്സാമ്പിൾ ടൊബാക്കോ, ഓപ്പിയം, ഈവൻ കോഫി തന്നെ ഇറ്റ് ഹാസ് കെഫീൻ. അതൊരു സ്റ്റിമുലന്റ് ആണ്, പെട്ടെന്ന് നമുക്കൊരു എനർജി ബൂസ്റ്റ് കിട്ടും. അതിനെക്കാട്ടിലും മോർ സ്റ്റിമുലന്റ് ആണ് ടൊബാക്കോ, ഓപ്പിയം എക്സെട്ര. പിന്നെ സപ്ലിമെന്ററി ക്രോപ്സ്. ഈ ക്രോപ്സ് ദേ നൈദർ കോംപ്ലിമെന്ററി നോർ കോമ്പറ്റേറ്റീവ്, സപ്ലിമെന്ററി ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ മെയ്സ് അല്ലെങ്കിൽ കുക്കുബിറ്റസ്. ട്രാപ്പ് ക്രോപ്സ്. ട്രാപ്പ് ക്രോപ്സ് ആർ ഗ്രോൺ ടു പ്രൊട്ടക്ട് ദ മെയിൻ ക്യാഷ് ക്രോപ്പ് ഫ്രം പെസ്റ്റ് ഓർ സെവറൽ പെസ്റ്റ്. അപ്പൊ ട്രാപ്പ് ആയിട്ട്, ഈ പെസ്റ്റിന് വേണ്ടിയുള്ള ട്രാപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്ന ക്രോപ്സിനെയാണ് ട്രാപ്പ് ക്രോപ്സിനെ യൂസ് ചെയ്യുന്നത്. They are completely surrounding the main cash crop. Cash crops in ചുറ്റിനും വളർത്തും, and they prevent the pest from attacking all sides of the field through attracting the pest. Example, cotton red bug trapped by lady finger around cotton. ഇപ്പൊ കോട്ടന്റെ ചുറ്റും ലേഡി ഫിംഗർ വളർത്തുമ്പോൾ കോട്ടൺ റെഡ് ബഗിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ കോട്ടൺ എഫക്റ്റഡ് ആവത്തില്ല, അതിന്റെ yieldും എഫക്റ്റഡ് ആവത്തില്ല. പിന്നെ truck crops. They are grown one or more vegetable crops on a large scale for fresh shipment to distant markets. അപ്പം ലാർജ് സ്കെയിൽ അതിനെ വളർത്തി ഡിസ്റ്റന്റ് മാർക്കറ്റ്സിൽ അതിന്റെ ഇടയ്ക്ക് എന്താ സ്പോയിലേജ് ഉണ്ടാവാതിരിക്കാൻ അങ്ങനത്തെ ക്രോപ്സ് വളർത്തുന്നതാണ് ട്രക്ക് ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പൊട്ടാറ്റോ, ടൊമാറ്റോ, ലെറ്റസ്, മെലൻസ്, ബീറ്റ്സ്, ബ്രോക്കലി, സെലറി, റാഡിഷ്, അണിയൻ, ക്യാബേജ് ആൻഡ് സ്ട്രോബെറീസ്. പിന്നെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ കൾച്ചറൽ മെത്തേഡ്. ഫസ്റ്റ് ടൈപ്പ് ഇസ് റെയിൻ ഫെഡ് ക്രോപ്സ്. റെയിൻ ഫെഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ റെയിൻ അല്ലെങ്കിൽ മഴവെള്ളത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വളരുന്ന ക്രോപ്സ് ആണ് റെയിൻ ഫെഡ് ക്രോപ്സ്. എക്സാമ്പിൾ, ഇപ്പൊ ഒരു പിക്ചർ ഉണ്ട്, ഇപ്പൊ റെയിൻ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വളരുന്നതാണ് റെയിൻ ഫെഡ് ക്രോപ്സ്. എക്സാമ്പിൾ ജവർ, ബാജ്ര, മങ് എക്സെട്ര. ഇറിഗേറ്റഡ് ക്രോപ്സ് എന്ന് വെച്ചാൽ ദേ ഗ്രോ ഓൺലി വിത്ത് ഹെൽപ്പ് ഓഫ് ഇറിഗേറ്റഡ് വാട്ടർ. എക്സാമ്പിൾ ചില്ലി, ഷുഗർ കെയിൻ, ബനാന, പപ്പായ എക്സെട്ര. പിന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റൂട്ട് സിസ്റ്റം. രണ്ട് ടൈപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട്. ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു റൂട്ട് ഉണ്ട്, അത് വളരെ തിക്കായിരിക്കും. അതിന്റെ സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് ഉണ്ട്, സൈഡ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ലാറ്ററൽ ബ്രാഞ്ചസ്. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു ടാപ്പ് പോലെ ആയിരിക്കും. അത് ഫസ്റ്റ് തിക്കായിരിക്കും, പിന്നെ നാരോ ആയിട്ട് വരും, സൈഡിൽ നിന്ന് കുറെ ബ്രാഞ്ചസ് ആണ്. അതിനെയാണ് ടാപ്പ് റൂട്ട് എന്ന് വിളിക്കുന്നത്. അതിന്റെ മെയിൻ റൂട്ട് ഗോസ് ഡീപ്പ് ഇൻ ടു ദ സോയിൽ. ഇതാണ് അതിന്റെ മെയിൻ റൂട്ട്. ഇറ്റ് ഗോസ് ഡീപ്പ് ഇൻ ടു ദ സോയിൽ. ഫോർ എക്സാമ്പിൾ ടർ, ഗ്രേപ്പ്, കോട്ടൺ എക്സെട്ര. ഇതിന്റെ ഈ പ്ലാന്റ്സിന്റെ ഒക്കെ റൂട്ട് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം അഡ്വെന്റിഷ്യസ് ഓർ ഫൈബർ റൂട്ട് സിസ്റ്റം. അതെന്ന് പറഞ്ഞാൽ റൂട്ട്സ് എല്ലാം കൂടെ ഫൈബ്രസ് അല്ലെങ്കിൽ ഷാലോ ആയിട്ട് വളരും ആൻഡ് ഒരുമിച്ചാണ് വളരുന്നത്. ആൻഡ് സ്പ്രെഡ് ഇൻ ടു ദ സോയിൽ. ഇങ്ങനെ ബഞ്ചസ് അല്ലെങ്കിൽ ക്ലംപ്സ് ആയിട്ട് വളരും. അതിനെയാണ് അഡ്വെന്റിഷ്യസ് റൂട്ട് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ സീരിയൽ ക്രോപ്സ്, വീറ്റ്, റൈസ് എക്സെട്ര. ഇതിന്റെയൊക്കെ അഡ്വെന്റിഷ്യസ് റൂട്ട് സിസ്റ്റം ആണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കോട്ടിലീഡൻ. അതിന് നമുക്ക് കോട്ടിലീഡൻ എന്താണെന്ന് നോക്കാം. കോട്ടിലീഡൻ ഇസ് എ പാർട്ട് ഓഫ് ദി എംബ്രിയോ വിത്തിൻ ദ സീഡ് ഓഫ് എ പ്ലാന്റ്. ഈ പ്ലാന്റിനകത്ത് തന്നെ എംബ്രിയോയുടെ പാർട്ടാണ് കോട്ടിലീഡൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിന്റെ ഈ ഭാഗത്തിനെയാണ് കോട്ടിലീഡൻ. ഇപ്പൊ ഇതാണ് സീഡ്. അപ്പൊ അതിന്റെ ലീഫ് ഇങ്ങനെ വളർന്നു വരുന്നത്, അപ്പൊ അത് പ്ലാന്റ് പാർട്ടാണ്. അതിന്റെ എംബ്രിയോ പാർട്ടിനെയാണ് കോട്ടിലീഡൻ എന്ന് വിളിക്കുന്നത്. അപ്പം സീഡ് ജെർമിനേറ്റ് അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന തുടക്കം വരുമ്പം കോട്ടിലീഡൻ ബിക്കംസ് എ ഫസ്റ്റ് ലീവ്സ് ഓഫ് ദ സീഡ്ലിംഗ്. അതിനെയാണ് കോട്ടിലീഡൻ എന്ന് വിളിക്കുന്നത്. അപ്പം ചിലപ്പം ചില സീഡ്സിന് ഒരു കോട്ടിലീഡൻ കാണും, അല്ലെങ്കിൽ ചിലതിന് മോർ ദാൻ വൺ കോട്ടിലീഡൻ കാണും. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കോട്ടിലീഡൻസ് അതിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട് ബോട്ടണിസ്റ്റ്. മോണോകോട്സ്. മോണോകോട്സ് എന്ന് വെച്ചാൽ ഒരു കോട്ടിലീഡൻ മാത്രമേ ഉള്ളൂ. അപ്പം അതിന്റെ എക്സാമ്പിൾ ഓൾ സീരിയൽസ് ആൻഡ് മില്ലറ്റ്സ്. അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രൂ ലീവ്സ് ഇവിടെ ഒറ്റ കോട്ടിലീഡിനെ ഉള്ളൂ. ഡൈക്കോട്സ് പറഞ്ഞാൽ രണ്ട് കോട്ടിലീഡിനുണ്ട്. രണ്ട് കോട്ടിലീഡിൻ ഉള്ളതിനെയാണ് ഡൈക്കോട്സ് എന്ന് വിളിക്കുന്നത്. ഓൾ ലെഗ്യൂംസ് ആൻഡ് പൾസസ് ഹാവ് ആർ ഡൈക്കോട്സ്. പിന്നെ മേജർ ക്രോപ്സ് ഓഫ് കേരള. കേരള എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലൈമറ്റ് ആൻഡ് സോയിൽ എല്ലാം ഇറ്റ്സ് വെരി സൂട്ടബിൾ ഫോർ എ നമ്പർ ഓഫ് ക്രോപ്സ്. ഫോർ എക്സാമ്പിൾ റബ്ബർ, കോട്ടൺ, അരക്കനട്ട്, ടാപ്പിയോക്ക, കോഫി, cardamom, tea, etc. Kerala is the single largest producer of a number of crops like cashew, ginger, turmeric, etc. കേരളയുടെ ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ പെരീനിയൽ ക്രോപ്സ് ആണ്. റെയിനി സീസണിൽ വളർത്തും. റെയിൻ പ്രിഡോമിനന്റൽ ആയിട്ട് ഉള്ള ഒരു നാടാണ് കേരള. അവിടെ പെരീനിയൽ അല്ലെങ്കിൽ റെയിൻ പ്രാധാന്യമായിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്രോപ്സ് ആണ് വളരുന്നത്. ഫാമിംഗ് സിസ്റ്റം ഇസ് എ കോമ്പിനേഷൻ. അടുത്തത് ഫാമിംഗ് സിസ്റ്റം. Farming system is a combination of farm enterprises like cropping system, livestock, poultry, fisheries, and means available to the farmer to raise them for increased profitability. അപ്പോൾ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ക്രോപ്പിംഗ് സിസ്റ്റം ഉണ്ട്, ലൈവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ആനിമൽസ് ഉണ്ട്, പിന്നെ പോൾട്രി എന്ന് പറഞ്ഞാൽ ചിക്കൻ,
അങ്ങനത്തെ ഡക്ക് എക്സെട്ര. ഫിഷറീസ് ആണ് ഫിഷിനെ വളർത്തുന്നതിനാണ്. ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു ഫാമിംഗ് സിസ്റ്റം ഉണ്ടാകുന്നത്. ഇതൊക്കെ യൂസ് ചെയ്താണ് ഒരു ഫാമർ സസ്റ്റെയിൻസ് ഹിംസെൽഫ് ആൻഡ് ഇൻക്രീസസ് പ്രോഫിറ്റബിലിറ്റി. പല ടൈപ്പ് ഫാമിംഗ് സിസ്റ്റം ഉണ്ട്. മിക്സ്ഡ് ഫാമിംഗ്. മിക്സ്ഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ക്രോപ്പ് പ്രൊഡക്ഷനും ഉണ്ട്, ലൈഫ് സ്റ്റോക്കിനെ വളർത്തുന്നുണ്ട്, പോൾട്രിയും ഉണ്ട്, ഫിഷറീസ് ഉണ്ട്, ബീ കീപ്പിംഗ്. ബീ കീപ്പിങ്ങിനെ ഏപ്പിയറി എന്ന് വിളിക്കും. അതെല്ലാം കൂടെ ചേർന്നാണ് മിക്സ്ഡ് ഫാമിംഗ്. പല ടൈപ്പ് ഫാമിംഗ് ഉണ്ട്. ഇത് സസ്റ്റെയിൻ ദ സേഫ്റ്റി ആസ് മെനി നീഡ്സ് ഓഫ് ദ ഫാമർ ആസ് പോസിബിൾ. ഇപ്പം ഒന്ന് ഫെയിൽ ചെയ്താൽ മറ്റേത് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതാണ് മിക്സ്ഡ് ഫാമിംഗിന്റെ അഡ്വാൻറ്റേജ്. അപ്പം ഹയർ പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഇത് പല സോഴ്സസ് ഉള്ളപ്പോൾ ഹയർ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും വിത്തൗട്ട് ഓൾട്ടറിംഗ് ദ എക്കോളജിക്കൽ ബാലൻസ്. ഇപ്പം ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ് തന്നെ ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അത് എക്സോസ്റ്റഡ് ആണ്. അപ്പൊ ഒരു ബ്രേക്ക് ഒന്നിന് കൊടുക്കുന്ന സമയത്ത് മറ്റേത് യൂസ് ചെയ്യും. അപ്പം എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും, ഒന്നും ഡിപ്ലീറ്റഡ് ആയി പോകാതെ. അപ്പൊ അതിനാണ് എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ ഒരു കീ ഫീച്ചർ. അതാണ് എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫാമിംഗ് ആണ്. അപ്പം ക്രോപ്പിംഗ് പാറ്റേൺ, ഈ മിക്സ്ഡ് ഫാമിങ്ങിനകത്ത് ക്രോപ്പിംഗ് പാറ്റേണിൽ ഇറ്റ് ഇൻവോൾവ്സ് റേസിംഗ് ക്രോപ്സ്, ആനിമൽസ് ഓർ ട്രീസ്. അപ്പം പല ടൈപ്പ് ഉണ്ട്. ലൈവ് മൾച്ച് സിസ്റ്റം ഉണ്ട്. ലൈവ് മൾച്ചിൽ ഇപ്പം പ്ലാന്റിങ് എ ഫുഡ് ക്രോപ്പ് ഡയറക്ട്ലി ഇൻ ടു ലിവിംഗ് കവർ ഓഫ് എൻ എസ്റ്റാബ്ലിഷ് കവർ ക്രോപ്പ്. എന്നുവെച്ചാൽ ഫുഡ് ക്രോപ്പിനെ കവർ ക്രോപ്പിൽ ഡയറക്ട്ലി ഗ്രോ ചെയ്യാം. അതിനെയാണ് ലൈവ് മൾച്ച് സിസ്റ്റം എന്ന് പറയുന്നത്. സോൾ ക്രോപ്പിംഗ് ഉണ്ട്, സോളിഡ് പ്ലാന്റിംഗ്. ഇറ്റ് ഇസ് ദി ഓപ്പോസിറ്റ് ഓഫ് ഇന്റർക്രോപ്പിംഗ്. അല്ലെങ്കിൽ വൺ ക്രോപ്പ് വെറൈറ്റി ഗ്രോൺ അലോൺ ഇൻ പ്യുവർ സ്ട്രാൻഡ്സ് അറ്റ് നോർമൽ ഡെൻസിറ്റി ഇൻ എ ഫീൽഡ്. ഒരു ക്രോപ്പേ ഒരു സമയത്ത് വളർത്തത്തുള്ളൂ. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ 2 or more ക്രോപ്സ് അറ്റ് ദ സെയിം പീസ് ഓഫ് ലാൻഡിന് ഒരു അഗ്രികൾച്ചറൽ ഇയറിൽ വളർത്തും. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അപ്പൊ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം മോർ ദാൻ 1 ക്രോപ്പ് വിത്തിൻ എ ഇയർ വളർത്താൻ പറ്റും ഇൻ ദ സെയിം പീസ് ഓഫ് ലാൻഡ്. പല ടൈപ്പ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഉണ്ട്. ഇന്റർക്രോപ്പിംഗ്, മിക്സ്ഡ് ക്രോപ്പിംഗ്, sequential or non-overlapped cropping, relay or overlapped cropping, etc. Intercropping എന്ന് പറഞ്ഞാൽ growing 2 or more crops simultaneously in alternative rows and otherwise in the same area. Significant amount of intercropping competition ഉള്ളത് സിറ്റാരിയ അല്ലെങ്കിൽ റെഡ് ഗ്രാം 5:1 റേഷ്യോയിൽ, ഗ്രൗണ്ട്നട്ട് അല്ലെങ്കിൽ റെഡ് ഗ്രാം in 7:1 ratio. Advantages of intercropping: greater stability of yield ഉണ്ട്, better use of growth resources, better control of weeds, pests, diseases. പിന്നെ one crop provides physical support to the other crop. ഒന്ന് വീക്ക് ആണെങ്കിൽ മറ്റേത് ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു. One crop will provide shelter to the other crop. Erosion prevent ചെയ്യുന്നു. പിന്നെ it is small farmers of limited means who is likely to benefit. Limited means ഉള്ള farmers intercropping ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്യും. ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇന്റർക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ yield increase ചെയ്യുന്നു, of adverse competition. പിന്നെ allelopathic effect ഉണ്ട്. It creates obstruction in the free use of machines for intercultural operation. വേറെ ഓപ്പറേഷൻ ഒന്നും പറ്റില്ല, ഇന്റർക്രോപ്പിംഗ് മാത്രമേ പറ്റുള്ളൂ. Large farmers with adequate resources may likely to get less benefit. അപ്പം ലാർജ് റിസോഴ്സസ് ഉള്ള ഫാമേഴ്സ് ആണെങ്കിൽ ഇതിന് കാര്യമായി ബെനിഫിറ്റ് ചെയ്യില്ല. മിക്സ്ഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ cultivation of 2 or more crops simultaneously on the same piece of land without any definite row pattern or fixed ratio. ഇതെന്ന് പറഞ്ഞാൽ scientific study of mixed cropping. ആദ്യമേ it was done by Laflitz in 1921. It was practiced in dry land areas of India. Sowing of seeds is generally by broadcasting method. Main objective എന്ന് പറഞ്ഞാൽ to lessen the risk of total crop failure and to satisfy farmers in the food and fodder. Mixed cropping needs ഇത് continuous throughout the year irrigation ആവശ്യമുള്ള ക്രോപ്പിംഗ് ആണ്. Sequential or non-overlap cropping എന്ന് പറഞ്ഞാൽ growing 2 or more crops in quick succession on the same field piece of land in farming year. The swing of succeeding crop and harvesting of the preceding crop may be done simultaneously or in quick succession. എന്നുവെച്ചാൽ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഉടനെ വളർത്താൻ പറ്റും. ആഫ്റ്റർ ദ ഹാർവെസ്റ്റ് ഓഫ് മെയ്സ് പൊട്ടേറ്റോ, ഇത് കഴിഞ്ഞ ഉടനെ പൊട്ടേറ്റോ ചില്ലി കഴിഞ്ഞ ഉടനെ മെയ്സ് പൊട്ടേറ്റോ വളർത്താൻ പറ്റും. പിന്നെ റിലേ ഓർ ഓവർലാപ്ഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ റിലേ വെച്ചാൽ ഇന്റർപ്ലാന്റിംഗ് ആണ്, ഇന്റർ സോയിങ് ഓഫ് സീഡ്സ് ഓർ സീഡ്ലിങ്സ് ഓഫ് ദ സക്സീഡിംഗ് ക്രോപ്പ് ബിഫോർ ഹാർവെസ്റ്റിംഗ് ദ പ്രീസീഡിംഗ്. അപ്പൊ മറ്റേത് നേരത്തെ വളർത്തിയ ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ സീഡ്സ് ഓർ സീഡ്ലിങ്സ് വളർത്താൻ പറ്റും.
Second crop is planted after the first crop has reached reproductive stage. അപ്പൊ അത് എടുക്കുന്നതിന് മുന്നേ തന്നെ സോ ചെയ്യാൻ പറ്റും. For example, potato is planted before the harvest of the maize and radish. Second, pyra or utera cropping, also referred as relay cropping. Pyra അല്ലെങ്കിൽ utera cropping means sowing of the lathyrus or lentil before harvesting of the rice in lowland area, with an objective to use residual moisture of rice field. പിന്നെ മൾട്ടി സ്റ്റോറീഡ് മൾട്ടി ടൈറ്റേഡ് ഓർ മൾട്ടി ലെവൽ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ two or more crops are grown at different heights, cultivated simultaneously on the same field. അപ്പം ജനറലി കർണാടക കേരളയിലാണ് ഇത് പ്രാക്ടീസ് ചെയ്തേക്കുന്നത്. ഷുഗർ കെയിൻ, മസ്റ്റേർഡ് ആൻഡ് ഓണിയൻ അല്ലെങ്കിൽ പൊട്ടാറ്റോ, ഇങ്ങനെയാണ് പല ലെവൽസിൽ കൾട്ടിവേറ്റ് ചെയ്യും. പാരലൽ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ they have different growth habits and zero competition for each other. അപ്പൊ പാരലി വളർത്താൻ പറ്റും. ഉറുദ് അല്ലെങ്കിൽ മൂങ് ഇൻ ഓർ മേസ് ക്രോപ്പ്. കമ്പാനിയൻ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ production of both intercrops is equal to that of a solid planting. Example, mustard, potato, onion, and sugarcane. Synergetic cropping എന്ന് പറഞ്ഞാൽ in this type of cropping, yield of both the crops are higher than their pure crops of unit area. Example, sugarcane, potato. Thank you. Hello.